പിന്നെ ഇവിടെ ഉണ്ട് ഞാൻ. ജോലിയുണ്ട്. എന്തൊരു ജോലിയാണേ? എന്തൊരു ജോലി? പാത്രം കഴുകണമെന്നേ. പാത്രം കഴുകണം? ഇപ്പൊ 2 ദിവസം കൊണ്ട് ജോലിക്കാർ വരത്തത്. ജോലി തീർന്നു. ജോലി തീർന്നു. ജോലി തീർന്ന്? ഓ, അതുകൊണ്ടായി ജോലിക്കാർ വരാത്തത്. ജോലി തീർന്നല്ല. എത്ര ദിവസം ജോലി ചെയ്യുന്നു? ഓ, കുറേ ദിവസം എടുത്തു. ഞാനും വിചാരിച്ചില്ല ഇത്രയും സമയം എടുക്കൂന്ന്. ഇപ്പൊ തീരുന്നും പറഞ്ഞ് തുടങ്ങിയ ജോലിയാണ്. അമ്മ സ്റ്റൂളിലിരിക്കേ. ഇത്ര ദിവസം എടുത്തല്ലേ. ഇന്ന് തീരും നാളെ തീരും പറഞ്ഞ് തുടങ്ങിയ ജോലിയാണ്. കിച്ചൺ വർക്കേ നമ്മളെ മോഡുലർ കിച്ചൺ ആക്കിയതാണ്. കൊറേ ദിവസം എടുത്തു. കൊറേ ദിവസം എടുത്ത് തീരാൻ. കൊറേ പൈസ ആയി കാണുമല്ലേ അച്ചർക്കനി? എന്താ നീ വിചാരിച്ചത്? അത് വീട് വൃത്തിയാക്കണ്ടേ? നമ്മൾ എന്നും ഒരു വീട് വെച്ചിട്ട് എന്നും കാലം മുഴുവൻ നമ്മൾ ആ വീട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലല്ല. നമ്മൾ വീട്ടില് കുറേശ്ശെ പണികള് പൈസ ഉള്ളവര് അപ്പ ചെയ്യും, വീട് വയ്ക്കുമ്പം ചെയ്യും. പൈസ ഇല്ലാത്തവര് ഇതുപോലെ ഒരു 5 കൊല്ലം കഴിഞ്ഞോ 10 കൊല്ലം കഴിഞ്ഞൊക്കെ സാവകാശം പൈസ വരുന്നതിനനുസരിച്ചിട്ട് വീട്ടില് ചെയ്യും. മനസ്സിലായോ? പൈസ കേട്ടാ? ഇല്ല, സ്വർണ്ണം കൊണ്ട് പണയം വെച്ചു. സ്വർണ്ണം കൂടാ? ഓ, ഞാൻ നിറയെ സ്വർണ്ണം ഇട്ടോണ്ടല്ലേ വന്ന. നിങ്ങൾ കണ്ടിട്ടില്ലേ അത്? ഞാൻ കണ്ടിട്ടില്ല. ശരിയാണല്ലേ? ഒരു കാര്യം കാണിച്ചിരാവേ. ശരിയാണ്. അമ്മക്ക് എന്റെ കല്യാണ ഫോട്ടോയോ കല്യാണമോ ഒന്നും അമ്മയ്ക്ക് അറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. കണ്ടില്ലല്ലേ? ഞാൻ കണ്ടിട്ടില്ല. കല്യാണത്തിന് ഞാൻ വന്നില്ല. നീ ചെറുക്കനെ തുറന്നു പണയം വെച്ചത്. അവിടെ ഇനി വന്നിട്ട് വായിക്കാം. എന്തേ ചെറുക്ക അറിഞ്ഞിക്കന്നെ നീ തുറന്നു പണയം വെച്ചത്? അയ്യോ, ചെറുക്ക അറിഞ്ഞില്ല. ശരിയെന്നാ? അതോടെ കേക്കാം. ചെറുക്ക അറിയാതെ നീ ഒന്നും ചെയ്യില്ല. അറിയാം. എന്നിട്ടാണ് കള്ളി. ഇതേ നമ്മുടെ കല്യാണ ആൽബമാണ്. അപ്പം അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കണം. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു. വേണ്ട. ഇതാരമ്മ? ഇതാര്? അവനാ? അവൻ ചെറുപ്പത്തിൽ താടിക്കാരനെ കണക്ക് താടിയൊന്നും ഇല്ലായിരുന്നല്ലേ? അയ്യോ, അങ്ങനെ നമ്മുടെ കല്യാണ ആൽബം എല്ലാരും കാണാൻ പോകുന്നു. ചെറുക്കനാ? ഇതാര്? ഞാൻ ഇതുപോലെ തന്നെ മന്നൂരിക്കണ? ഇതുപോലെ തന്നെ മളയുണ്ട്. ജമ്പറിന് ഇറക്കമില്ലെന്നേ ഉള്ളൂ. ജമ്പർ ഇറക്കമില്ല. ഇതാരമ്മ? ഏത് പെണ്ണ്? അതേനല്ലേ ഇത്? ഏത് പെണ്ണ്? നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ ഇത് ഏത് പെണ്ണെന്ന്? ഏത് പെണ്ണമ്മ? എനിക്കറിഞ്ഞൂടാ. ഇത് ഏത് പെണ്ണ്? കൊള്ളാമോ? കാണാൻ കൊള്ളാമോ ഈ പെണ്ണിനെ? ഞാൻ തന്നെ ഇരിക്കോ? അപ്പൊ ഞാൻ തന്നെ. ഇതേത് പെണ്ണ്? ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ച് കളഞ്ഞു. ഇതേത് പെണ്ണ് ഇരിക്കണ? എന്റെ മുടി കണ്ട? അന്നൊക്കെ തോന മുടിയുണ്ട്. ഓ, അന്നൊക്കെ തോന മുടി ഉണ്ടായിരുന്നു. ഇതും അല്ല, ഇത് കല്യാണത്തിന് വെട്ടിയതാ. ഇത് ഇവിടം വരെ ഉണ്ടായിരുന്നു. ഇതുവരെ വെട്ടിയതാ. കല്യാണത്തിന് ഷേപ്പ് ആക്കണമല്ലോ, അങ്ങനെ വെട്ടിയതാ. ഭയങ്കര മുടിയായിരുന്നു. ഇതൊക്കെ ആരമ്മ ഈ നോക്കണ? ഇതേത് പെണ്ണിയെ നോക്കണ? ഈ പെണ്ണ് ഞാൻ തന്നെ. ഇതൊക്കെ വെച്ചോട്ടാ നീ കാണിച്ചു തരാതെ? ഞാൻ കാണിച്ചു തരാൻ നിങ്ങൾ ചോദിക്കണ്ടേ? ഇതാണ് എന്റെ ഫാമിലി. ഒരുപാട് പേര് ചോദിക്കും, ബ്രദർ എന്തിയെ, അമ്മ എന്തിയെ? ഇത് അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവാ. ഇത് ഭയങ്കര സങ്കടമാണ്. ഈ വല്യച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. കാര്യം നമ്മളെ കുഞ്ഞിലെ നമ്മള് വല്യച്ഛന്റെ വീട്ടിൽ ചെല്ലുമ്പം വല്യമ്മയെ കാണാൻ പോണേണ്. വല്യമ്മയും വല്യച്ഛനെ കാണാൻ പോണേണ്. അപ്പൊ വല്യമ്മ വയ്യായികയിൽ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ടാവും, വല്യച്ഛൻ പറമ്പിലായിരിക്കും. അപ്പൊ അന്നെന്ന് പറയുന്നത് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലമല്ലേ. അപ്പൊ ആരെങ്കിലും പറഞ്ഞു അറിയടാ ഓമനയും പിള്ളേരും വന്നെന്ന് പറയും, ഓടി വരും.
നമ്മളെ കാണാനായിട്ട് ഓടി വന്നിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ ഉണ്ടാവും. പോവാൻ സമയത്ത് വല്യച്ഛൻ 30 രൂപയോ 50 രൂപയോ എടുത്ത് കയ്യിൽ തന്നിട്ട് എൻ്റെ കയ്യിൽ പറയും വള വാങ്ങിക്കാൻ പറയും. അന്ന് നമ്മൾ എന്നും പോകൂലല്ലോ, ഒന്നുകിൽ വർഷത്തിൽ 2 വട്ടോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലോ അങ്ങനെയൊക്കെയല്ലേ പോവുള്ളൂ. മിക്ക സമയവും പോകുന്നത് ഓണ സമയമായിരിക്കും. അപ്പൊ വള വാങ്ങിക്കാൻ പൈസ വന്നിട്ട് വള വാങ്ങിക്കുന്നത് എന്നോട് പറയും. അവൻ്റെ കയ്യിൽ ചേട്ടൻ്റെ കയ്യിൽ ബോൾ വാങ്ങാൻ പറഞ്ഞിട്ട് കൊടുക്കും ഈ വല്യച്ഛൻ. ഇപ്പൊ അങ്ങേ അറ്റം പറ്റി, വയ്യായിക ഉണ്ട് ഒരുപാട് ഈ വല്യച്ഛൻ. ഇതാണ് എൻ്റെ ബ്രദർ കേട്ടോ, ഇതാണ് ബ്രദർ. പിന്നെ അമ്മ, അതെ അമ്മ നല്ല ഇവിടെ അമ്മ നല്ല സുന്ദരിയായിരുന്നേ ചെറുപ്പത്തിലെ. വേറെ ഫോട്ടോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതൊക്കെ റിലേറ്റീവ്സ് ആണ്. ഈ താടിയില്ലാത്ത മുതലാണ് അന്നത്തെ കെട്ടിയോൻ. ആര് കൊള്ളൂലല്ലേ അമ്മ? കൊള്ളാമോ? ഇപ്പോഴത്തെ ചെറുക്കനാ കൊള്ളാന്നുള്ള ഈ ചെറുക്കനാ കൊള്ളാം? ഇപ്പോഴത്തെ ചെറുക്കനാ ഈ ചെറുക്കനാ കൊള്ളാം? ഇത് കൊള്ളാം അല്ലേ? ഇപ്പോഴത്തെ ചെറുക്കൻ കൊള്ളൂലല്ലേ? കാട്ടുമാക്കാനെ പോലെ ഇരിക്കണല്ലേ? ചന്ദനം ഇട്ട് ഇതിൽ ആരെങ്കിലും പരിചയമുള്ളവരുണ്ടോ അമ്മ? ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കിയാണ്. ഇതിൽ ആരെങ്കിലും പരിചയമുള്ളവരെ, ഇതിൽ ആരെങ്കിലും പരിചയമുള്ളവരുണ്ടാന്ന് നോക്കിയാണ്. ഇല്ല, ഒന്നും കൂടെ നോക്ക്. ആരെയും പരിചയമില്ല. അയ്യോ, അവരുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ കണ്ടായിരുന്ന? വേറെ ആരെങ്കിലും ഉണ്ടായാലേ? ഒന്നും കൂടെ നോക്ക്, ആരെങ്കിലും ഉണ്ടാന്ന്. വേറെ ആരും കണ്ടില്ല. ഇത് ഇത് ഇല്ല. അപ്പൊ നമുക്ക് ഇനി അപ്പുറത്തോട്ട് പോവാം. ഞാനത്തെ ആരെങ്കിലും വന്നോ എന്തോ. ഞാൻ തറയിൽ ഇറങ്ങിയിരിക്കാം, എന്നാലേ നിങ്ങൾക്കും കണ്ട് അമ്മയ്ക്കും കാണാൻ പറ്റുള്ളൂ. അമ്മച്ചിയോ, അമ്മച്ചി ഇത് ഏതെപ്പോഴാ കണ്ട സ്വർണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേണ്ട. ഇത് ഏതമ്മ ഇപ്പൊ സ്വർണ്ണം ഇട്ടോണ്ടിരിക്കുന്ന പെണ്ണ്? ഞാൻ തന്നെ. അന്ന് നീ വണ്ണൊന്നും വച്ചില്ല. വണ്ണൊന്നും വച്ചില്ലേ? എന്നെ കണ്ടിട്ടില്ലല്ലോ. ദേ നോക്കിയേ, ഇതാണ് കല്യാണ സമയത്ത് ഞാൻ. അയ്യോ അയ്യോ അയ്യോ, ഇതാ പോണ അമ്മച്ചി. നമ്മുടെ സ്വർണത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആൽബം അമ്മയ്ക്ക് സംബന്ധം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് ഓർമ്മയില്ലാത്തതാണ്. പിന്നെ എന്തായാലും ഇപ്രാവശ്യം നിങ്ങളും കൂടെ കണ്ടു. ഇതെന്റെ ഒരു കൂട്ടുകാരിയാണ് കേട്ടോ, അവിടെ വീടിനടുത്തുള്ള. അതായത് അമ്മ വേണ്ട, അമ്മയുടെ അനിയത്തിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു വീഡിയോയില്. ഇതാണ് വല്യച്ഛൻ, ഇത് ഞാൻ. ബന്ധുക്കൾ എന്നൊക്കെ പറയുമ്പോ അങ്ങനെയല്ലേ അമ്മ? ഒരു സമയത്ത് നമ്മളെ കൂടെ ഉണ്ടാവും, ഒരു സമയത്ത് നമ്മളെ കൂടെ കാണില്ല. അതാണ് ബന്ധങ്ങള്. ഇപ്പൊ കാണാനില്ല. ഇതാരമ്മ? നിന്റെ അനിയൻ? അനിയനല്ല അമ്മ, ചേട്ടനാണവൻ. എന്റെ ചേട്ടനാണത് കേട്ടാ. എന്നെക്കാട്ടി 3 വയസ്സിന് മൂത്തതാണ്, മനസ്സിലായാ? അവന് ഒരു പെണ്ണ് കൊണ്ടുവന്ന് അവിടെ താമസിക്കും. അവന് ഒരു പെണ്ണുകൊണ്ട് നടത്താം. ഇതാണ്ടോ, ഇത് ഞാനും അമ്മ ചെറുപ്പത്തിലാണ്. അമ്മ ചെറുപ്പത്തിലുള്ള ഫോട്ടോയാണ്. അമ്മ ഇതാരമ്മ? ഇതാര്? ആരെയൊന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ പെണ്ണ്. ഏത് പെണ്ണ്? എന്റെ അനിയത്തിയായിരിക്കും. അല്ല, മനസ്സിലായില്ല. അമ്മയുടെ ബന്ധുവാണ്, പക്ഷെ അമ്മയ്ക്ക് മനസ്സിലായില്ല. എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടല്ലേ? കണ്ട അമ്മ? കണ്ട? ഇതാര്? ഇത് എന്റെ ഭർത്താവ്. ഇതാരമ്മ? ഇതാര്? ഇതാരൊന്ന് നോക്കുന്നുണ്ട്. ഇത് മാമനാ? ഇതാണ് ചീനി മാമനം, ഉണ്ണിയണ്ണൻ. ഉണ്ണിയണ്ണനാ? ഇതാണ് അമ്മയുടെ മാമൻ എന്ന് പറയുന്നത്. ഇതാണ്ടേക്കണ്. എന്താ അമ്മയ്ക്ക് ഇപ്പൊ സ്വന്തം എന്ന് പറയാൻ ആകെയുള്ള മാമനാണേ. കല്യാണം താലി കെട്ടുന്നത് കണ്ടാ? കണ്ട? കൊള്ളാമോ? കൊള്ളാമോ? ഇത് താലി കെട്ടുന്ന ആളെ ഓർമ്മയുണ്ടാ അമ്മ? ഇതാര്? പെണ്ണിന്റെ ആളായിരിക്കും. ഇത് പെണ്ണിന്റെ ആളല്ല, ഇത് ചെറുക്കന്റെ ആളാണ്. ഇതാരാണെന്ന് മനസ്സിലായ? താലി കെട്ടുന്ന ആളൊക്കെ അമ്മയുടെ ഏറ്റവും അടുത്ത ബന്ധമാണ്. പക്ഷെ അമ്മയ്ക്ക്
ഓർമ്മയുടെ കോണറിൽ പോലും ഇല്ല. മാമൻ ഓർമ്മയുണ്ടെങ്കിൽ എന്തായാലും ഈ ആളെ കാണണമല്ലോ. പക്ഷെ മാമൻ ഇടയ്ക്കിടയ്ക്ക് അമ്മ കാണുന്നുണ്ട്, അതുകൊണ്ട് മാമൻ ഓർമ്മ. ഈ ആളമ്മ കണ്ടിട്ടുകൂടിയില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ ബന്ധങ്ങളുടെ ആഴം. സാരമില്ല, നമുക്കതിൽ പ്രശ്നമില്ല. ഇപ്പൊ അമ്മ ആരും കാണുന്നില്ല, അല്ലെങ്കിൽ അമ്മ ആരെയും കാണുന്നില്ല എന്ന് കരുതിയിട്ട് അമ്മയ്ക്കൊരു കുറവും വരണില്ല. ഞാൻ പറയുന്നതാണേ. വേണ്ട കുറിയിടുന്നത്. കണ്ട ചെറുക്ക സുന്ദരം തന്നെയാണ്. ഓ ചെറുക്ക സുന്ദരം തന്നെ. ഇതാരമ്മ? എനിക്കറിഞ്ഞൂടാ. ഇത് ഈ പെണ്ണിന്റെ ആളായിരിക്കും, ഇതിന്റെ അമ്മയായിരിക്കും. ഇതിനാരെന്ന് അറിഞ്ഞൂടാ? മാമന്റെ ഭാര്യയാണ്. മാമന്റെ ഭാര്യ? ആരാണ് മാമന്റെ ഭാര്യ? ആദ്യമേ കെട്ടിയൊക്കെ കൊണ്ടുവന്നു. ഓ അതന്നെ, അതാരാണ്? എനിക്കറിഞ്ഞൂടാ. നിങ്ങളെ മാമന്റെ ഭാര്യ ആര്? എന്റെ മാമന്റെ ഭാര്യ കിച്ചമ്മ. അതാണിത്. അതാ? ഓ കിച്ചമ്മേ. ഓ നമുക്ക് ഓർമ്മ കൂടിയില്ല. കിച്ചമ്മേ. ഓ കണ്ടാലല്ലേ ഓർക്കുള്ളൂ. കിച്ചമ്മയാണാ? ഓ അവള് ഇങ്ങനെയില്ലല്ലേ ഇങ്ങനെ? അത് നിങ്ങൾ കണ്ടപ്പോ പ്രായം പഴയതായിരുന്നു, ഇപ്പൊ പ്രായമായി. അവള് പോട്ട് കൂടിട്ട് സുമാരായിട്ട് വന്ന് നിക്കണേ. അയ്യോ അയ്യോ. അവള് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന. ഓ നീ പണ്ട് ഇങ്ങനെ ഇരുന്നത്. കിച്ചമ്മേനെ അറിഞ്ഞൂടെ? ഈ ഫോട്ടോയില് ഇത്രയും വ്യക്തമായിട്ട് അമ്മയുടെ ബന്ധുക്കൾ അമ്മ കണ്ടിട്ട് പോലും അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഒന്ന് ആലോചിക്കുക, അപ്പൊ എത്ര കാലപ്പഴക്കത്തിന് മുന്നേ ആയിരിക്കും അമ്മ ഇവരെയൊക്കെ കണ്ടതെന്നുള്ളത്. ചേട്ടന്റെ പണിക്കാരും കൂട്ടുകാരുമാണേ. ഇത് ഞാൻ എൻ്റെ കല്യാണ സമയത്ത് വർക്ക് ചെയ്തിരുന്ന എയർടെല്ലെ, പണ്ട് വർക്ക് ചെയ്തിരുന്നതാ. ഏട്ടന്റെ ഓഫീസിലെ സ്റ്റാഫുകൾ. ഫിറോജ് ചേട്ടൻ വേറെ ഉണ്ട്, ഫിറോജ് ചേട്ടൻ പിന്നെ ഓണർ, ഇനിയുണ്ട് ആൾക്കാർ. അവരൊക്കെ പിന്നെ പുറകെ വന്നു. ഇതെന്റെ മൂത്തേട്ടൻ, കുഞ്ഞമ്മയുടെ മോനാണ്. ഭയങ്കര സ്നേഹമാണ്, അതായത് ഇക്വാലിറ്റി ടു എൻ്റെ ബ്രദർ, അത് തന്നെയാണ്. പിന്നെ ഇത് മാമി, വലിയ മമ്മി മരിച്ചുപോയി, പാവമാണ്, നല്ല മാമിയായിരുന്നു. പിന്നെ ഇതൊക്കെ റിലേറ്റീവ്സ് ആണ്, കുറെ ഉണ്ട്. പരിചയപ്പെടുത്താനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്, പക്ഷെ ആരും കാണുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെ പോയോ അതായത് ഇതൊക്കെയാണ് ഏട്ടൻ എന്തോ ഫാമിലി. അതായത് എൻ്റെ ലൈഫിൽ ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ ആസ്വദിച്ച ടൈം എന്ന് പറയുന്നത് ഈ എയർടെല്ലായിരുന്നു. എന്ത് രസം! എൻ്റെ കല്യാണത്തിന് 3-4 വർഷം മുന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത്. 5 വർഷം ഞാൻ ഇവിടെ വർക്ക് ചെയ്തു. ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പാർട്ട് ടൈം ആയിട്ട് പഠിക്കുക ചെയ്തത്. അയ്യോ എന്ത് രസമാണ്! ഇത് അജു വിഷ്ണു ചേട്ടൻ ഏട്ടന്റെ മാനേജറാണ്. ഇപ്പൊ ചേട്ടൻ സോണൽ എന്തൊക്കെയായി, നല്ല ഹൈപ്പായിട്ട് പോയി. അജിത്ത് അന്ന് ഷോറൂം മാനേജർ ആയിരുന്നു. ഫിറോജ് ചേട്ടൻ, വിഷ്ണു, നല്ല രസമായിരുന്നു. എന്ന് വെച്ചാല് വേറൊരു ലോകമായിരുന്നു എയർടെൽ എന്ന് പറയുമ്പോൾ. എനിക്ക് ഓർക്കുമ്പോ തന്നെ ഞാൻ ചിരിക്കുന്നുണ്ടേലെന്ന് ആലോചിച്ചൊക്കെ എന്തുമാത്രം ഹാപ്പിയാണെന്ന്. പിന്നെ ഇതൊക്കെ ചേട്ടന്റെ ടീം. ഇതെന്റെ വലിയേട്ടൻ. കുറെ ബന്ധുക്കളുണ്ട്. കൊള്ളാം. ഇതെല്ലാം പണയം വെച്ചിട്ടുണ്ട്, അന്തസ്സായിട്ട് ബാങ്കിൽ ഇരിപ്പുണ്ട്, പേടിക്കണ്ട. നമ്മുടെ കരങ്ങളിലില്ല, ബാങ്കിന്റെ കരങ്ങളിൽ ഭദ്രം. അയ്യോ അയ്യോ. പെണ്ണിനെ കെട്ടിക്കാനുള്ളതുണ്ട് കേട്ടോ. ഇത് മണ്ഡപത്തിന്റെ പുറകില് അവിടെ കാടുണ്ട്, ഫോട്ടോ എടുക്കാൻ. നിങ്ങളെ മോ നോക്കണണ്ട, പെണ്ണാളൻ കശ്മലൻ. നോക്കണണ്ട, ഇങ്ങനെയാണ് പെണ്ണുങ്ങളെ കാണുമ്പോ നോക്കണ്ട. കേട്ടോ, നോക്കണണ്ട. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്തവരെ നോക്കുമ്പോലെ ഉച്ചപ്പാ നോക്കണണ്ട. ഇങ്ങനെയാണോ നോക്കണത് ഒരാണ് ഒരു പെണ്ണിനെ? അയ്യോ അയ്യോ. ഈ താടിക്കില്ലാത്ത ചെറുക്കൻ കൊള്ളായിരുന്നല്ലേ? സാരി കൊള്ളാമോന്നെ? നമ്മുടെ കല്യാണം അത് ഒരിക്കൽ ഒരാൾ ചോദിച്ചിരുന്നു. ചേട്ടൻ ഈഴവാസാണ്, ഞാന് നായേഴ്സാണ്. അപ്പം കല്യാണം നമ്മുടെ രീതിക്കാണ് നടത്തിയത്. അപ്പൊ എല്ലാരും അന്ന് കുറെ പേര് ചോദിച്ചിരുന്നു, നിങ്ങൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണോ എന്നൊക്കെ ഉള്ളത്. നമ്മളെ ഒരു വീഡിയോയിൽ ഞാൻ Q&Aക്ക് ആൻസർ കൊടുത്തപ്പോൾ എല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണോ എന്ന് ചോദിച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമുക്ക് 3 സാരിയൊക്കെ ഉണ്ട്
കല്യാണം, അത് കഴിഞ്ഞ് നേരിയ സാരി, പിന്നെ അത് കഴിഞ്ഞൊരു അവർ തരുന്ന സാരി, ആ സാരിയാണിത്. അപ്പോ അതൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു സാരിയും കണ്ടേ ഉള്ളൂ. എനിക്ക് അറിയത്തില്ല, ഞാൻ അങ്ങനെ വലുതായിട്ടൊരു കല്യാണം കണ്ടിട്ടില്ല. ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ വന്നിട്ട് ഇവരുടെ വലിയ കല്യാണത്തിനൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഫാമിലി കുടുംബങ്ങളിലൊക്കെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയില്ല. കാരണം ആരാ കാരണം എന്താ? ഞാൻ ആക്ച്വലി അമ്മയെ നോക്കാണ്ട്, അമ്മ ഏതെങ്കിലും ഇപ്പൊ നമ്മൾ കാണുന്ന പോലത്തെ ഏതെങ്കിലും ഒരു പ്ലേസിലായിരുന്നു, ഇപ്പൊ വൃദ്ധസദനോ അല്ലെങ്കിൽ വയ്യായികളുള്ളവരെ നോക്കുന്ന പ്ലേസിലോ അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെയാണ് അമ്മയെങ്കിൽ ഇന്ന് എൻ്റെ ചുറ്റും ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നേനെ. ഞാൻ അമ്മയെ കൂടെ ചേർത്ത് നിർത്തി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് എന്നെ മാറ്റി നിർത്തുന്നത്. ഇഷ്ടമില്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല, ഞാൻ ഒന്നിലും ഇല്ലാത്തത്. എന്നെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാണുന്ന ഇപ്പൊ ചേട്ടന്റെ ഫാമിലിയിലാണെങ്കിലോ എൻ്റെ ഫാമിലിയിലാണെങ്കിലോ കാണുന്ന ആൾക്കാരാണെങ്കിലോ ഒക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ്, കാര്യമാണ്. പക്ഷെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ തോന്നലാണോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ, എന്തായാലും ഐ എം ഹാപ്പി ടു കണ്ടിന്യൂ ദിസ്. എനിക്ക് ഇതാണ് ഇഷ്ടം. കണ്ട കാറിൽ വന്നിറങ്ങണ കണ്ട അതാരെന്ന്? ആര്? വിളിച്ചോണ്ട് പോയത് നിങ്ങളെ മാമന്റെ വീട്ടില്. മാമന്റെ ആള്? ഓ, മാമനെ വിളിച്ചോണ്ട് വന്നത് കല്യാണത്തിന് മാമന്റെ വീട്ടിലാണ് വിളിച്ചോണ്ട് പോയത്. അവക്ക് നീ സ്വർണം കൊടുത്തേ? കണ്ടുപിടിച്ച് കളഞ്ഞ് കള്ളി. അത് പിന്നെ നമുക്ക് ഈ വിളക്ക് തരുമ്പോ നമ്മൾ സ്വർണം കൊടുക്കണമല്ലോ. അങ്ങനെ അന്ന് നിങ്ങൾ വിളക്കം തരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്വർണം തന്നെയാണ്. എനിക്കറിഞ്ഞൂടായിരുന്നു. നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല അന്ന്, മനസ്സിലായാ? കൊള്ളാമോ? ഇത്രയും സ്വർണം കൊണ്ട് നടക്കണം? കയ്യിലില്ലല്ലമ്മ, സ്വർണ്ണങ്ങൾ ഉണ്ടെന്നല്ലേ ഉള്ളൂ, ബാങ്കിലല്ലേ ഇരിക്കണത്. എന്തരമ്മ? അവൻ കൊടുത്തത്? ഓ, അവൻ അറിയേണ്ട ആവശ്യം തരും. ബാങ്കുകാർ ചോദിക്കുന്നു, അവർക്ക് ആവശ്യം വരുന്നു, നമ്മൾ കൊടുക്കുന്നു. ചോദിക്കും അവന്റെ കൊണ്ട് ബാങ്കിൽ. അവ അറിയാതെ എന്തെങ്കിലും ഞാൻ ചെയ്യുമെന്നേ. ഇത് നിങ്ങളെ മോന് ബ്രേസ്ലെറ്റ് കൊടുക്കണേന്ന് കണ്ടാ? ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുത്തത് നിങ്ങളെ മോനും കുറെ തിന്ന് എന്റത്. പോട്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല സുന്ദരി പെണ്ണല്ലേ അമ്മ? ചെറുക്കം കൊള്ളൂലല്ലേ? ചെറുക്കനെ കൊള്ളാം. അതെങ്ങനെ ശരിയാവും? ചെറുക്കം കൊള്ളൂല. അണ്ണി ഒത്തിയ മോൻ പോലെ ഇരിക്കണ ചെറുക്കനെ അങ്ങ് കൊള്ളാന്ന. ഈ പെണ്ണല്ലേ സുന്ദരി? പെണ്ണ് സുന്ദരി തന്നെ, ചെറുക്കനെ സുന്ദരി. ഇനിയിപ്പൊ പോട്ട്, ഇനിയിപ്പൊ അങ്ങേറ്റ സ്ഥിതിക്ക് എന്ത് മുടി ഉണ്ടായിരുന്നു? നിറയെ മുടി ഉണ്ടായിരുന്നു. എന്താ നിറയെ മുടി ഉണ്ടായിരുന്നു. ഈ കത്തിരി കൊണ്ട് വാർത്ത പറഞ്ഞാലേ പയ്യത്. കത്തിരി ഉണ്ട്. അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ. അങ്ങനെ നമ്മുടെ കല്യാണ വീഡിയോ എല്ലാരും കണ്ടു, നിങ്ങളും കണ്ട്, ഷോബൂസും കണ്ട്, എല്ലാരും കണ്ടു. കൊള്ളാവോ? അതൊക്കെ ഒരു കാലം. 10 വർഷമായി. ഓഗസ്റ്റ് 21 കല്യാണം. ഈ വരുന്ന ഓഗസ്റ്റ് 21 ആവുമ്പോ 10 വർഷം തികയും. ഈ വരുന്ന ജൂണില് നന്ദപ്പന് 9 വയസ്സ് കംപ്ലീറ്റ് ആവും. എല്ലാം പെട്ടെന്നായിരുന്നു. അയ്യോ അയ്യോ, നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മള്. പിന്നെ നമുക്ക് ഇച്ചിരി വേദനയും വിഷമമൊക്കെ വന്നത് നന്ദപ്പന്റെ ഡെലിവറിക്ക് ശേഷമാണ്. നന്ദപ്പന്റെ ഡെലിവറിക്ക് ശേഷം നമുക്ക് പിന്നെ ഒരു പുകമറയായിരുന്നു, ഒന്നും ഓർമ്മയില്ല. അയ്യോ, എന്തൊക്കെയാണോ എന്തോ. പ്രസവിക്കുന്നത് ഒരു ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം നന്ദപ്പന് ചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു, എനിക്കൊരു ആൺകുട്ടി വേണം, ഞാൻ ഒറ്റയ്ക്കല്ലേ വളർന്നത്, അപ്പം എനിക്ക് അവന്റെ പുറകിലിരുന്ന് ലോകം കാണണമെന്ന് പറയും. അങ്ങനെ ഒരു ആൺകുട്ടിയെ, എനിക്കാണെങ്കിൽ പെണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പെൺകുഞ്ഞ്. അപ്പൊ ഞാന് പണ്ട് ദൈവത്തിരുമകൻ സിനിമ റിലീസായ സമയത്ത് അന്ന് നില വിക്രം അതിന്റെ ഒരു മൂവി ഇല്ലേ, അപ്പൊ ആ മൂവിയിൽ നില ബേബി എന്നൊരു പേര് കേട്ടോണ്ട് നില എന്നുള്ള ഒരു പേരും സെലക്ട് ചെയ്ത് അങ്ങ് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ചേട്ടനാണ് തന്നെ വേണമെന്നുള്ളതുകൊണ്ടാണ് മോനെ നിൽക്കിയതെന്ന് ആദ്യം മോനെ കിട്ടിയപ്പോ പേരിട്ട. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആദ്യം മോനെ കിട്ടി, പിന്നെ ഒരു 2ാമത്തെ ദിവസം തൊട്ട് അയ്യോ, പിന്നെ എനിക്ക് ആലോചിക്കുമ്പോൾ ഇപ്പോഴും തല കറങ്ങും. ഓടിയ ഓട്ടം. സാധാരണ എല്ലാവരും പ്രസവിച്ച ഒരറ്റത്ത് കെയറിങ് ആയിട്ട് ഭയങ്കര സ്നേഹത്തോടെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഓടുവാണ്, വേദനകളും സ്പേറി. അതൊക്കെ ആലോചിച്ചാൽ ഇപ്പോഴും ഒരു മരവിപ്പാണ്. പിന്നെ ഹാപ്പി, ചിരിച്ചോണ്ട് എനിക്കതൊക്കെ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് എല്ലാരും തരണം ചെയ്ത് വരുന്നവരാണല്ലോ എല്ലാരും. അയ്യോ, നമ്മളിത് എവിടെ തുടങ്ങിയത്? അടുക്കളയിൽ തുടങ്ങിയില്ലേ? നിങ്ങൾക്ക് അടുക്കള കാണണ്ടേ? അടുക്കള കാണിച്ചു തരാം കേട്ടോ. അടുക്കള ഫുൾ സെറ്റപ്പായി, മോഡേൺ കിച്ചൺ ആക്കി നമ്മൾ.
അമ്മേ എണീക്കട്ടെ, ഇനി ഇവിടുന്ന് എങ്ങനെ എണീക്കും? ഇനി നമ്മുടെ കിച്ചണും കൂടെ ഒന്ന് കാണിച്ചു തരാവേ. കിച്ചൺ ഏതുവരെ ആയി എന്നുള്ളത്, ഏതുവരെ അല്ല, വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിക്കും. ഇതിനകത്ത് വേറെ എൻഗേജ്മെന്റ് വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. എൻഗേജ്മെന്റ് വീഡിയോയിലുള്ള എൻഗേജ്മെന്റ് ആൽബം ഉണ്ട്, പിന്നെ ഒരു പോക്കറ്റ് ആൽബം ഉണ്ട് എൻഗേജ്മെന്റിന്റെ, കുറെ ഉണ്ട്. പിന്നെ പതിയെ പതിയെ കാണിച്ചു തരാം. ഇത് നമ്മുടെ കുഞ്ഞാൽബം കല്യാണത്തിന്റെ. അമ്മ ഇത് കണ്ടോണ്ടിരി, അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ജോലിയുണ്ട്. പതിയെ പതിയെ തിരിക്കണേ അമ്മ, കീറിപ്പോവല്ലേ. പേജ് പതിയെ തുറക്കണം. പതിയെ പതിയെ ഇങ്ങനെ 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 ഇട്. കണ്ടോ? അപ്പൊ എല്ലാരും വരെ, നമുക്ക് അടുക്കളയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അമ്മച്ചി ആ സമയം കൊണ്ട് ഷോബൂസ് ഇവിടെ ഇരുന്ന് കുഞ്ഞാൽബം കാണും.